ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ സലൂൺ വിസിറ്റിന് പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സലൂൺസിലൊക്കെ കൊണ്ടുപോയിട്ട് എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് അങ്ങനെ പോവാണ്. അപ്പോൾ ഞാൻ അവിടെ വന്ന് നിന്നപ്പോഴത്തേക്കും ഒരു ബസ് പോലും ഇല്ല. പിന്നെ ഞാൻ അവിടെ ഇരുന്ന് വെള്ള ഡ്രസ്സ് ആയതുകൊണ്ട് ആകെ ടെൻഷനാണ് ഗൈസ്. എല്ലാവരും വെള്ളയും ബ്ലാക്കൊക്കെ ഇട്ടുകൊണ്ട് വരാമെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നുണ്ട്. വെള്ള ഡ്രസ്സ് ഇട്ടപ്പോൾ ഒടുക്കത്തെ മഴ. അങ്ങനെ ഫൈനലി നമ്മൾ ബസ്സിൽ കയറിയിട്ട് എന്ത് ചെയ്യാനോ കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് ബ്ലോക്ക് ഒരു മണിക്കൂറോളം ഞാൻ ഈ ബസ്സിനകത്ത് ഇരുന്ന്. എൻ്റെ പൊന്നോ, എന്തൊരു മഴ കാരണം ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളായിരുന്നു. 12 മണിക്ക് ഞാൻ അവിടെ എത്താൻ മിസ്സ് പറഞ്ഞെടുത്ത് ഞാനിവിടെ 12:15 പലരിടത്ത് തന്നെ കിടക്കുമായിരുന്നു. അങ്ങനെ ഫൈനലി പിന്നെ നമ്മളതേ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ PVR ഒലിവ് എന്ന് പറഞ്ഞാൽ പ്രവീൺ സാറിൻ്റെ ഗിന്നസ് റെക്കോർഡൊക്കെ ഉണ്ട് സാറിന് കേട്ടോ. സാറിൻ്റെ അവിടെ ആ സലൂണിലാണ് മിസ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഇവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട്. ആമിക്കുട്ടി അവിടെ മീനിൻ്റെ കാര്യം നോക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ കുറച്ച് നേരം വീഡിയോസും ഫോട്ടോസ് എടുക്കലൊക്കെ ആയിരുന്നു. അപ്പോഴത്തേക്കും ബാക്കി എല്ലാവരും വന്നു. പിന്നെ മിസ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മിസ്സ് പിന്നെ ഇതുണ്ട്, ഇവിടെ നല്ല രസമില്ല ഇത് കാണാൻ. ആമി ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആമിനെ എന്തോ കളിപ്പിക്കുന്നു. അങ്ങനെ പിന്നെ മിസ് ഞങ്ങളോട് എല്ലാവരും അകത്ത് കയറാൻ പറഞ്ഞു. പിന്നെ ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്നു. പിന്നെ ഇതെന്ന് വെച്ചാൽ കൂടുതലും ഈ സലൂണിൽ ഇതൊരു ക്ലിനിക്കാണ്. പിന്നെ മിസ് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുമായിരുന്നു കേട്ടോ. സാറിൻ്റെ കുറേ പ്രൊഡക്ട്സ് ഉണ്ട്. പുള്ളിക്കാരൻ ഇതിനകത്തുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ആയുർവേദിക്കാണ്. എല്ലാം സാറ് തന്നെ പ്രിപ്പയർ ചെയ്ത് എക്സ്പെരിമെൻറ്റ് ചെയ്ത് കണ്ടുപിടിച്ച ഓരോ പ്രൊഡക്ട്സുമാണ്. അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാം. ഫുൾ ആയുർവേദിക് ആയിട്ടുള്ള പ്രൊഡക്ട്സാണ്. അങ്ങനെ പിന്നെ അവരവിടെ ഉള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തന്ന്. പിന്നെ ഓരോ സ്ഥലങ്ങളും ഓരോ കാര്യങ്ങളും ആക്ടിവിറ്റീസും അതിൻ്റെ പോലെ വാഷ് ചെയ്യുന്നതും അതേപോലെ ഇത് ഓരോ മസാജിൻ്റെ കാര്യങ്ങളും പിന്നെ സാറിൻ്റെ കിട്ടിയിട്ടുള്ള ഗിന്നസ് റെക്കോർഡ് അതൊക്കെ അവിടെ ഇതാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് നമ്മുടെ സ്പാ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ ഉള്ളതും അങ്ങനെ ഓൾമോസ്റ്റ് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും അവർ നമുക്ക് ക്ലാസ് എടുത്ത് വരുവാണ് കേട്ടോ. പിന്നെ ഓരോന്നോരോന്ന് എടുത്ത് പറയാൻ എനിക്ക് വയ്യ, അതുകൊണ്ടാണ്. പിന്നെ അവരെ കുറേ ക്ലാസ് ഉണ്ടായിരുന്നു. അതായത് ഓരോ സ്ഥലത്തും ഡിഫറെൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം അതൊക്കെ അവർ പറഞ്ഞു തന്നു. പിന്നെ ഇത് ഹെയർ മസാജിൻ്റെ സ്പായിൻ്റെയും അങ്ങനെ ഓരോന്നിൻ്റെയും പല സ്റ്റീമിങ്ങും ഓരോ കാര്യങ്ങളുടെയും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സാറിൻ്റെ സലൂൺ എൻ്റെ ഇപ്പോൾ അടിപൊളിയായിരുന്നു. മിസ് നമുക്ക് അറിയാൻ പറ്റിയ ഏറ്റവും അടിപൊളി സലൂൺ തന്നെയായിരുന്നു. മിസ് ഞങ്ങൾക്ക് തന്നത് ഏറ്റവും വെർത്തായിട്ടുള്ള സംഭവം തന്നെയായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇതാണ് ഞങ്ങളുടെ ഫുൾ അങ്ങനെ പിന്നെ നമ്മൾ കണ്ണാടി കിട്ടിയ വിടുമില്ലല്ലോ സൂനേൻ്റെ ഫ്രണ്ടിൽ. ഇത് പിന്നെ നമ്മുടെ കിഡ്സിൻ്റെതാണ്. പിന്നെ സാറ് നമുക്ക് ക്ലാസ് എടുത്തു. അങ്ങനെ പിന്നെ സാറിൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പിന്നെ ഇത് സാറിൻ്റെ ബുക്കാണ് കേട്ടോ. അവിടെ നിന്ന് തന്നതാണ് മറ്റിതിൻ്റെ ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യങ്ങളുടെയും അതിൻ്റെ ഡീറ്റെയിൽഡ് എങ്ങനെ ചെയ്യണം, എങ്ങനെയാണ് അതിൻ്റെ ഓരോ കാര്യങ്ങളും A to Z ഇതിനകത്തുണ്ട് ആ സാറ്. അപ്പോൾ അതൊക്കെ തന്നു. പിന്നെ എല്ലാവരും ഓരോ പ്രൊഡക്റ്റിൻ്റെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കലും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഞങ്ങൾ സ്ഥലം വിടുവാണ് ഗൈസ്. അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ അവിടെ നിന്ന് നേരെ ബ്രോഡ്വേയിലേക്ക് പോവാണ്. നമുക്ക് ഇത് പോത്തീസാണ് കേട്ടോ. പോത്തീസിൻ്റെ ഫ്രണ്ടിൽ കൂടെ നമ്മൾ നടന്നു പോവാണ്. അപ്പോൾ അങ്ങനെ ചുമ്മാ വെറുതെ വീഡിയോ എടുത്തതാണ് പോത്തീസിൻ്റെ. ഇതിനകത്തൊക്കെ കയറി കൊടുക്കാത്ത പൈസയാണ് എൻ്റെ പൊന്നേ. അങ്ങനെ ഫൈനലി ഞങ്ങളെല്ലാവരും കൂടെ നേരെ ബ്രോഡ്വേയിലേക്ക് പോവാണ്. നമുക്ക് പഠിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങണ്ടേ, പഠിച്ചാൽ മാത്രം പോരല്ലോ, ചെയ്ത് പഠിക്കണമല്ലോ. അങ്ങനെ ഇപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ബസ് കയറി നേരെ നമ്മൾ ബ്രോഡ്വേ എത്തി. ബ്രോഡ്വേയിൽ എത്തിയപ്പോഴും നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളൊന്നും മൈൻഡാക്കുന്നില്ല. നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ട് നടന്ന് അങ്ങോട്ട് പോവാണ്. മിസ്സിനെ അറിയാം. അപ്പോൾ അങ്ങനെ പിന്നെ ഒരു ഷോപ്പിൽ മിസ്സിനെ അറിയാവുന്ന ഷോപ്പിൽ കയറി നമുക്ക് എല്ലാവർക്കും വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ട് അവിടെ കുറേ പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവർക്കും കൂടെ നമ്മൾ ക്ലാസ്സിൽ ഓൾമോസ്റ്റ് 15 പേര് വന്നിട്ടുണ്ടെന്ന്. 15 പേർക്കും വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് ഞങ്ങൾ ഈ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഈ ഷോപ്പിൽ നിന്നാണ് മിസ്സ് മിക്കപ്പോഴും സാധനങ്ങളെല്ലാം വാങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ബൾക്കായിട്ട് എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് വാങ്ങിച്ച് പിന്നെ അവിടെ കടയിലൊക്കെ കയറി തിരിഞ്ഞ് നടന്നിട്ട് പിന്നെ നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. എല്ലാവർക്കും എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് നേരെ ഫുഡ് കഴിക്കുകയാണ്.
പറയണ കേട്ടാൽ തോന്നും 2 മണിയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ 2 മണിയൊന്നും അല്ല ഗൈസ്, 4 മണിയാവാനാണ്. 4 മണിക്കാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ തന്നെ പോകുന്നത്. എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഓൾമോസ്റ്റ് എല്ലാവരും കൂടി വിശന്ന് ചത്തിരിക്കുകയാണ്. പിന്നെ നമ്മൾ അവിടെ ഉള്ളൊരു ഹോട്ടലിൽ കയറി, നമ്മുടെ മാനേജറിൻ്റെ അവിടെ തന്നെ ഉള്ളൊരു ഹോട്ടലിൽ കയറി നമ്മളെല്ലാവരും ഫുഡ് കഴിച്ച്. പിന്നെ ഫുഡ് കഴിച്ചതിൻ്റെ മെയിൻ പരിപാടി ഇതൊക്കെയാണ് കണ്ടോ. ഫുഡ് വന്നപ്പോൾ പിന്നെ എല്ലാവർക്കും കൺട്രോളൊക്കെ പോയി. പിന്നെ നമ്മൾ നോക്കാൻ പോയില്ല, നേരെ എല്ലാവരും മക്കാന്ന് തിന്നലായിരുന്നു പണി. പിന്നെ എന്തേ ഇവിടെ മയോണൈസിനായിരുന്നു എല്ലാവർക്കും ഇടി. പക്ഷേ ഫുഡ് നല്ലതായിരുന്നു കേട്ടോ. അതെ, ഇവക്കാണ് മയോണൈസ്, അവൾക്ക് മയോണൈസിനോട് പ്രാന്താണ് ഗൈസ്, പ്രാന്ത്. അങ്ങനെ പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കലായിരുന്നു. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ച് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ബ്യൂട്ടീഷ്യനാണ് പഠിക്കുന്നത്, കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.